അങ്ങനെ വാഗമണിലെ മൊട്ടക്കുന്നുകളിലേക്കുള്ള എൻട്രി. നടന്നങ്ങ് കയറണം കുക്കു. അയ്യേ അല്ലായിരുന്നല്ലോ രാവിലത്തെ ഉത്സാഹം. ഇവിടെ നിന്ന് ഓരോരോ മൊട്ടക്കുന്നുണ്ട്. ഒരു മൊട്ടക്കുന്നുകൾ ഇങ്ങനെ തീരുമ്പോഴത്തേക്കും അതിനെ ബേസ് ചെയ്ത് അടുത്തത് വരും, പിന്നെ അടുത്തത് വരും. ഇതാണ് വാഗമണിലെ മൊട്ടക്കുന്നുകൾ. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് മടുത്ത് കിടക്കുന്നത്. ആതിരമണ 100 പ്രാവശ്യം വന്നാലും ആദ്യമായിട്ട് വരുന്ന പോലെ. കുന്ന് കയറി തീരുമ്പോൾ അടുത്ത കുന്നുകൾ. ഇങ്ങനെ ഇറങ്ങിക്കേറി ഇങ്ങനെ പോകും. ഏത് ഭാഗത്തോട്ട് വന്നാലും ഇങ്ങനത്തെ കുന്നുകൾ മാത്രം. അതടുത്തത്, ഇവിടെ അടുത്തത്, ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങ് പോകും. അതിരമണ ഇവിടെ സമയം കളയണോ? ഇതൊരു ഫിഷ് ടാങ്ക്, അത് വേണം കണ്ടോ. സൈക്ലിങ്ങിനുള്ള പോക്കാണ്. സിപ്പ് ലൈൻ സൈക്ലിംഗ് എന്താവുന്നുണ്ടോ? ചിരിച്ചു കൊടുക്കുള്ളൂ. അതിനോടെ ബൈക്കും ബെല്ലും ഒന്നും സൈക്കിളാട്ടോ. മൂക്ക് കുത്തി നേരെ വീഴുന്ന കുളത്തിലേക്കായിരിക്കും. മുതലുള്ള കുളം, മുതലക്കുളം കേട്ടോ. ചീങ്കണ്ണി മുതലേ നിൻ്റെ അടുത്ത് എടുക്കാൻ സാധ്യതയില്ല. ടിക്കറ്റ് വേണമല്ലേ? ഹയാക്കിങ് നോക്കാം എന്ത് സംഭവിക്കുന്നു. ചേച്ചി സൈക്ലിങ്ങിൽ ഈ വഴി നേരെ ആമസോൺ കാട്ടിലേക്ക് വിടാനുള്ള വല്ല വഴിയുണ്ട്, അതിലേക്ക് വിട്ടോട്ടോ. തിരിച്ചു വരുമല്ലേ? സ്വന്തം കഴിവാന്ന് വിചാരിച്ച് പോവാ കേട്ടോ. മേലും താഴെയും നോക്കിയിട്ട് വെച്ചേക്കുക. യാതൊരു അഹങ്കാരവും ഇല്ല. അങ്ങ് ചെന്നു. Coming back. മൂവത്തെ 32 വല്ലം കാട്ടിയുള്ളൊരു ശരിയാണ് കേട്ടോ. ചിലപ്പോൾ ഒരു 50 കാണും. തലയൊക്കെ ചെറിച്ചു പിടിച്ച് വരാൻ മോഹൻലാൽ. ഏടാ ശരി. ചേച്ചി ഓർമ്മ കേട്ടോ, 1 പോയിട്ട് പോരെ. അതിനോളെ എടി ഞാൻ പോണില്ല എടി ഞാൻ പോണില്ല 1 പോയിട്ടോ. എടി ഞാൻ പോകുന്നില്ല. ഇല്ലല്ല പോകുന്നില്ല. ഓർമ്മ ഇവിടെ. പോയിട്ട് വാ. പോടി. ഇല്ലെന്നേ
അവിടെ പാറമാവി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം ഇതിൽ പോയിക്കൊണ്ടിരുന്നല്ലേ പിന്നെ എന്താ. ഓരോണ്ടൂടെ പോയിട്ട് വരാം. എൻ്റെ കൊതിയും മതിയും മാറണം. അയ്യാ ചിരി. ഇവിടെ കാറ്റിലാട്ടെ, കാറ്റ് കുറവുണ്ട്. എനിക്ക് കാറ്റായിരുന്നു.